ഞാൻ ഔട്ട്ലെറ്റിൽ നിന്ന് സാധനം മേടിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ മറ്റൊരാളുമായിട്ട് തർക്കിച്ച് നിൽക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വ്യക്തിനെ പിടിച്ച് മാറ്റിയതിൻ്റെ ദേഷ്യത്തിലാണ് പിന്നീട് അക്രമം തുടങ്ങിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതിനു മുന്നേ തന്നെ എനിക്ക് ഹെൽമെറ്റ് കൊണ്ട് തലക്കടിയൊക്കെയും മുഖത്തടി കിട്ടുകയും ശരീരത്തിൽ നല്ല രീതിക്ക് തല കിട്ടി. പക്ഷേ അവിടുന്ന് വീണ്ടും തന്നെ തള്ളി പുറകോട്ടാക്കിയിട്ട് ഉപദ്രവിക്കുന്നതാണ് മീഡിയയിലൊക്കെ വന്നിട്ടുള്ളത്. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരിയിൽ ബെവ്കോയുടെ മുന്നിലുണ്ടായ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം നാം കണ്ടതാണ്. അതിൽ മർദ്ദനത്തിന് ഇരയായ അനീഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷിന് അതിക്രൂരമായ മർദ്ദനമാണ് അന്നത്തെ ദിവസം ഏൽക്കേണ്ടി വന്നത്. ഈ ഞായറാഴ്ചയായിരുന്നു സംഭവം. ആ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ്. അപ്പോൾ അനീഷ് ചികിത്സയ്ക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ശരിക്കും അന്ന് സംഭവിച്ചത്? അന്ന് ഞാൻ ഔട്ട്ലെറ്റിൽ നിന്ന് സാധനം മേടിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ മറ്റൊരാളുമായിട്ട് തർക്കിച്ച് നിൽക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വ്യക്തിനെ പിടിച്ച് മാറ്റിയതിൻ്റെ ദേഷ്യത്തിലാണ് പിന്നീട് അക്രമം തുടങ്ങിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതിനു മുന്നേ തന്നെ എനിക്ക് ഹെൽമെറ്റ് കൊണ്ട് തലക്കടിയൊക്കെയും മുഖത്തടി കിട്ടുകയും ശരീരത്തിൽ നല്ല രീതിക്ക് തല കിട്ടി. പക്ഷേ അവിടുന്ന് വീണ്ടും തന്നെ തള്ളി പുറകോട്ടാക്കിയിട്ട് ഉപദ്രവിക്കുന്നതാണ് മീഡിയയിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു മുന്നേ എനിക്ക് മർദ്ദനം കിട്ടിയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ആ സംഘത്തിൽ? അവർ 5 പേര് ഉണ്ടായിരുന്നു. ഇപ്പം എന്തൊക്കെ ഇപ്പം ആശുപത്രിയിൽ ഡോക്ടർമാരെന്താ പറഞ്ഞപ്പോൾ? ഇപ്പം ഞാൻ എൻ്റെ താടിയലിന് പൊട്ടലുണ്ട്. അപ്പോൾ അത് സർജറി ചെയ്യേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നത്. പിന്നെ എൻ്റെ തലയുടെ പുറകുവശത്ത് 2 സ്റ്റിച്ച് അത് അന്ന് തന്നെ ഇട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കോട്ടയത്ത് നിൽക്കുന്നത്. ഏത് പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾ പരാതി കൊടുത്തത്? പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലാണ്. അത് ഞാൻ പരാതി കൊടുത്തത് ഇന്നലെയാണ്. അപ്പോൾ ഇവർ ഏത് വിഭാഗം ടീമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവർ വീണ്ടും പരാതി കൊടുക്കുന്നതിൻ്റെ പേരിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുക എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ ഈ മീഡിയയിലൊക്കെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരുടെയും നല്ല സപ്പോർട്ട് വന്നപ്പോഴത്തേക്കാണ് എനിക്ക് ചെയ്യാനുള്ള ഒരു. ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? അറസ്റ്റിലായോ ആരെങ്കിലും? 3 പേരെ പിടിയിലായിട്ടുള്ളതാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഈ സർജറിക്ക് അവർ കുറിച്ച് തന്ന മെഡിക്കലിൻ്റെ ഇതൊക്കെ ഞാൻ സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്ത് ജോലി ചെയ്യാൻ ജീവിക്കുന്നത്? ഞാൻ ഡ്രൈവറാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ സപ്ലൈയുടെ വണ്ടിയിലാണ്. ഇനിയിപ്പോൾ തൊഴിലെടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ശരീരം വേദനയൊക്കെ ഉണ്ടായിട്ട് പോലും എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇനിയിപ്പോൾ സർജറി കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്ക് ലീവ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ് അറിയാൻ പാടില്ലാത്തത്. ഇനി ഈ സർജറി എന്ന് നടക്കുമെന്നുള്ളത് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അതിക്രൂരമായ മർദ്ദനമായിരുന്നു തൈക്കാട്ടുശ്ശേരിയിൽ ഞായറാഴ്ച സംഭവിച്ചത്. അതിൻ്റെ 3 പ്രതികളെ ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ മർദ്ദനത്തിനിരയായ അനീഷാണ് ഇപ്പോൾ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് എത്തിയത്. താടിയലിനുൾപ്പെടെ ഗുരുതരമായ പരിക്കാണ് അനീഷിന് ഏറ്റിട്ടുള്ളത്.